വാർത്തകളിൽ നിറയാത്തവർ. എറണാകുളത്തെ ചോറ്റാനിക്കരയിൽ ക്യാൻസർ ബാധിതയായ വീട്ടമ്മ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ചോറ്റാനിക്കരയിലെ പ്രീതയാണ് അർബുദത്തോട് പടവെട്ടുന്നത്. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം. കടുത്ത തലവേദന പനി മൂലമുണ്ടായതെന്നു കരുതി ആദ്യം കാര്യമാക്കിയില്ല. പിന്നീട് കോലഞ്ചേരിയിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും ആശുപത്രികൾ കയറിയിറങ്ങി. വേദന കടുത്തതോടെ MRI സ്കാനിങ്ങിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പിന്നീടാണ് ഗുരുതരമായ മസ്തിഷ്ക അർബുദമാണെന്ന് കണ്ടെത്തിയത്. എനിക്ക് ഭയങ്കര പെയിൻ, ഇവിടേക്ക് ഭയങ്കര വേദനയാണ് ഈ വശമൊക്കെ. അപ്പം അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ദന്തലിൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. പെയിൻ കാരണം ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ, വെള്ളം പോലെയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. ഇപ്പോൾ ദന്തലിൽ കാണിച്ചപ്പോൾ ഇവിടേക്ക് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. ഒടുവിൽ കൊച്ചി ലിസി ആശുപത്രിയിലെത്തി വിദഗ്ധ ഡോക്ടേഴ്സിനെ കണ്ടു. അടിയന്തര ശസ്ത്രക്രിയയാണ് പോംവഴി. 12 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവരിക. മരുന്നുകൾക്കും മറ്റു ചെലവിനും വേറെയും. ലോൺ, ചികിത്സാ സഹായ അപേക്ഷയുമായി പലയിടത്തും കയറിയിറങ്ങിയെങ്കിലും ഒരിടത്തുനിന്നും അനുകൂലമായ മറുപടി ലഭിച്ചില്ല. ഏതാണ്ട് ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഈ തലവേദന അങ്ങനെ പോവും, ആശുപത്രി പോവും, ചെല്ലും, മരുന്ന് മേടിക്കും, പോകുന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ലാസ്റ്റ് MRI സ്കാൻ 2 ചെയ്തു, അല്ലാണ്ട് സ്കാൻ വേറെ ചെയ്തു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ചെറിയ തടിപ്പ് തലയിലുണ്ട്. ഒരുങ്ങിയതൊരു എങ്ങനെ പോലും മാസത്തിൽ ഞങ്ങൾക്കൊരു 17,000 രൂപ 16,000 രൂപ ഗുളിക മാത്രം വേണം മാസത്തിൽ, പുള്ളിക്കാരത്തേക്ക് മാത്രം. പട്ടിമറ്റം സ്വദേശിയായ അലിയാരും തൃശൂർ സ്വദേശിയായ പ്രീതയും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് മൂലം കുടുംബവുമായി അകന്നു കഴിയുകയാണ്. 12 വർഷമായി ചോറ്റാനിക്കരയിലാണ് താമസം. ബസ് ഡ്രൈവറായ അലിയാരുടെ വരുമാനമാണ് ആകെ ആശ്രയം. സഹിക്കാൻ കഴിയാത്ത തലവേദന കൊണ്ട് ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. സുമനസ്സുകൾ സഹായിച്ചെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ. അത്രയും സഹായിക്കണം. എന്നുവെച്ചാൽ ഇത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഈ ഒരു വശത്തിന് തന്നെ പ്രശ്നമാണെന്ന് പറയുന്നത്. എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല, ഇതൊക്കെ ആദ്യമായിട്ടാണ്. 24 കൊച്ചി.